അപ്പോൾ ഗായ്സ് ഇന്ന് നമുക്കൊരു പരീക്ഷണത്തിന് ഇറങ്ങിയാലോ? ഓക്കെ, അത് ബേബി ഉണർന്നിരിക്കുന്ന ടൈമിലാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കണതുകൊണ്ട് അവൻ്റെ ഡൗട്ട്സ് കൂടെ ക്ലിയർ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ഒരു ബനിയൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. പരീക്ഷണമാണ്, എത്ര ശതമാനം വിജയിക്കുമെന്നൊന്നും കൃത്യമായിട്ട് അറിയാൻ വയ്യ. ഒത്തിരി നാളായി ചെയ്തിട്ട്, ഏറെക്കുറെ 4 വർഷത്തിൽ പുറത്താകുന്നു ചെയ്തിട്ട്. അപ്പം നോക്കാം. ബനിയൻ ക്ലോത്ത് ആയതുകൊണ്ട് ഞാൻ വലിച്ച് നല്ലോണം ടൈറ്റ് ചെയ്ത് അത് ആണ് നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കണുണ്ടേ. എന്നിട്ട് നമുക്ക് ഈ പോർഷനിൽ നമുക്ക് വേണ്ട സാധനത്തിൻ്റെ ഫിഗർ ഒന്ന് വരച്ചു കൊടുക്കാം. ഞാൻ ലവ് ഷേപ്പാണ് കേട്ടോ എടുക്കണേ. നോക്കട്ടെ, എൻ്റെ കളഞ്ഞു പോയ ലവ് ഷേപ്പിലുള്ള ഇതിൻ്റെ സ്റ്റീലിൻ്റെ സാധനം തിരിച്ചു കിട്ടി. അപ്പം ഞാൻ അതെടുക്കല്ലേ. അപ്പം ഞാൻ അത് വെച്ചിട്ട് ബോർഡർ ലൈൻ എടുത്തോണ്ട് പോവല്ലേ, ബോർഡർ ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. സാധാരണ ബേബി ഉറങ്ങുമ്പോഴാണ് ഞാൻ വീഡിയോസ് എടുക്കാറ്. ഇല്ലെന്നുണ്ടെങ്കിൽ അവന് ഓരോ സാധനം കാണുമ്പോഴത്തേക്ക് അതൊക്കെ വേണമെന്ന് പറയും. ലാസ്റ്റ് എൻ്റെ വീഡിയോ കുളച്ചളപ്പുളം ആയി പോവും, അല്ലെങ്കിൽ ആവും. എന്നാലും ഞാൻ വരച്ചെടുത്തു. ഇന്നിപ്പം വൈകുന്നേരമാണ് ഞാൻ വീഡിയോ ചെയ്യണേ. ഉറങ്ങി എഴുന്നേറ്റു, ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി, ദാറ്റ്സ് വൈ. അപ്പം ഞാൻ ഷേപ്പ് വരച്ചെടുത്തു. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റെഡ് കളറിലെ നൂലാണ് കേട്ടോ എടുക്കണില്ല. ആകുമ്പോൾ റെഡാണല്ലോ. അപ്പോൾ ഇതേപോലെ ഒരു ഷേപ്പ് കൂടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാണ് എൻ്റെ സൂചി, ഇതാണ് എൻ്റെ നൂല്. ഇത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഞാൻ ഈ സൂചിയിൽ നൂല് കൊരുക്കുക, ഈ ഇത്രയും വലിയ നൂല് ഈ ചെറിയ സൂചിയിൽ കൊരുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പം ആ ഷേപ്പ് അനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വരുന്നില്ലല്ലോ, വരത്തില്ലേ? വന്നു. അപ്പം ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. ഞാൻ അത് ഓക്കെ ഫൈൻ, അത് അപ്പം ഞാൻ എന്താ പറയാൻ വന്നേ, ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സംഭവം സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളിങ്ങനെ ഞാൻ തിരിച്ച് സ്റ്റിച്ച് ചെയ്യണം. എടാ ഞാനിതൊന്ന് പറഞ്ഞോട്ടെടാ. അത് ഞാൻ സമ്മതിച്ചു. ഒന്നാമത് ഇത് വരുന്നില്ല. നമ്മൾ തിരിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന വഴിക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിങ്ങനെ വലിച്ചെടുത്തിട്ട് ഇങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഈ പോർഷൻ കുറച്ചൊന്ന് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊങ്ങി നിൽക്കത്തക്ക രീതിക്ക് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. പറ്റുമോയെന്ന് അറിയത്തില്ല, എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ വയ്യ. അപ്പം ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്യട്ടെ. അപ്പോൾ ഗായ്സ് സക്സസ്ഫുള്ളി ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡിൽ അതുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്ത് അപ്പോൾ അടുത്ത സൈഡും കൂടി ചെയ്ത് വരുമ്പോഴത്തേക്കും ഏറെക്കുറെ 9-9:30-10 മണിയാകുമായിരിക്കും. ആ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ബാക്കി സ്റ്റിച്ച് ചെയ്ത് കഴിയാനായി. അപ്പോഴത്തേക്കും എൻ്റെ കൈയൊക്കെ ഒരു വഴിക്കായി തള്ളവറിൽ തീരെയും വയ്യാണ്ടായി, നല്ല വേദനയായി. മുഖത്തിൻ്റെ പോർഷനിലൊക്കെ ഇതിനിടയിൽ ബേബി ചോറ് കൊടുക്കാനൊക്കെ കുറച്ച് ലേറ്റായി. അപ്പോൾ ബാക്കി ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ബേബി ഉറച്ചതിന് ശേഷമാണ് കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആവും. പക്ഷേ
എനിക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് വൈറ്റ് പോർഷൻസ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതൊരു മിസ്റ്റേക്കാണ് എൻ്റെ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പരീക്ഷണമാണ്. അപ്പം പരീക്ഷണത്തിൽ അബദ്ധങ്ങൾ പറ്റാം. നെക്സ്റ്റ് ടൈം ഞാൻ നന്നായിട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. ഇപ്പം ഞാനത് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തേ. ഇനി ഈ ഹൂപ്പ് ഒന്ന് ഇളക്കിയെടുക്കാൻ എൻ്റെ ഇതിന് ഒരു ചെറിയ മിസ്റ്റേക്കുണ്ട്. ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ലോക്ക് വീഴത്തില്ല, ലോക്ക് അഴിച്ച് കഴിഞ്ഞാൽ ലോക്ക് അഴിഞ്ഞ് വരത്തില്ല. അങ്ങനെ ഒരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാത്തൊരു സംഭവമുണ്ട്. ഞാൻ പിന്നെ അതിനെ കുത്തി തള്ളിയൊക്കെ അതിനകത്തുനിന്ന് വെളിയിലോട്ടിടുന്നുണ്ട്. ഒടിഞ്ഞു പോകുമോ എന്തോ. അപ്പോൾ അതിനെ ഞാൻ വെളിയിലോട്ടെടുത്തു. ഇനി ആ സാധനത്തിനെടുത്ത് മാറ്റിയതിന് ശേഷം കാണിച്ചു തരാം. സ്റ്റിച്ച് ചെയ്തെടുത്തു, രണ്ടും കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കത് ജോയിൻ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അതായത് ഒന്നിൻ്റെ ഫ്രണ്ടും ഒന്നിൻ്റെ ബാക്ക് അങ്ങനെ നമ്മൾ വെച്ചിട്ട് ജോയിൻ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അവിടെ നിന്ന് അങ്ങനെയാണ് ഞാൻ ജോയിൻ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോണു. അപ്പോൾ ഗൈസ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഈ എൻഡ് മുതൽ ഈ ഒരു സൈഡ് വരെ ഞാൻ സ്റ്റിച്ച് ചെയ്തു. ഇത്രയും ഭാഗം ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അതിനകത്തോട്ട് സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് സ്റ്റഫ് ചെയ്യുന്ന സാധനമുണ്ട്. മറ്റേ ഫ്ലഫി ടോവിയുടെ ഒക്കെ വരുന്നതാണ്. പക്ഷേ ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേബിക്ക് ഒരു ജോഡി ഷൂ മേടിച്ചപ്പോഴത്തേക്കും അതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയ സാധനമാണ്. അത് ഷൂ വെച്ചിരുന്ന ബോക്സിനകത്തുണ്ടായിരുന്നതാണ്. അന്ന് ഞാനത് എടുത്ത് വെച്ചിരുന്നതുകൊണ്ട് ഇന്ന് എനിക്കത് ഉപകാരപ്പെട്ടു. അപ്പം ഞാനത് സ്റ്റഫ് ചെയ്ത് കൊടുക്കുകയാണ്. സ്റ്റഫ് ചെയ്ത് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ശ്രമിച്ചോക്കട്ടെ. ഞാനിത് ചെയ്തുകൊണ്ടിരുന്ന ഗ്യാപ്പിൽ ബേബി ഉണർന്നു. അതാണ് ബാക്ക്ഗ്രൗണ്ടിൽ ബേബിയുടെ കരച്ചിൽ കേൾക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പിന്നെ എഴുന്നേറ്റ് പോയി ബേബി ഉറക്കിയിട്ട് വന്നിട്ടാണ് കേട്ടോ ബാക്കി എടുക്കണേ. അപ്പം ഞാൻ സ്റ്റഫ് ചെയ്തെടുത്ത് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കി ഇത്രയും പോർഷനിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണേ. അപ്പോൾ ഗൈസ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതാണ് എൻ്റെ സ്റ്റഫ് ചെയ്ത ലവ്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു പരീക്ഷണമാണെന്ന്. അതുകൊണ്ടാണ് വൈറ്റ് പോർഷൻസ് അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റണേ. ഇതൊരു പരീക്ഷണമായിരുന്നു. പക്ഷേ പരീക്ഷണം ഞാൻ കൃത്യമായി വിജയിച്ചു. പിന്നെ ഇത് കീ ചെയിൻ ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ ത്രെഡ് വെച്ചിട്ട് തന്നെ ഇവിടെ നിന്നൊരു ചെറിയ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൽ വേണമെന്നുണ്ടെങ്കിൽ കീ ചെയിനായിട്ട് തൂക്കാൻ പറ്റും. ഇത് ഞാൻ ചുമ്മാ ചെയ്തപ്പോൾ എനിക്ക് നഷ്ടം വന്നത് എൻ്റെ 2 വർഷം കൊണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സൂചിയാണ്. ഈ പരുവായി. അതിനു വേണ്ടി ബലം പ്രയോഗിച്ചാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. ഈ കോലത്തിലായി. എന്തായാലും സക്സസ്ഫുള്ളി ഞാനിത് കംപ്ലീറ്റ് ചെയ്തു. വളരെയധികം എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് പോണേ. ബൈ ബൈ.